എന്റെ പേരിലോ അല്ലെങ്കിൽ രമേശിയുടെ പേരിലോ സതീഷിന്റെ പേരിലോ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും സീനിയോറിറ്റി വാദങ്ങളുമാണ്. പക്ഷെ ഒന്നോർക്കണം, സീനിയോറിറ്റിയുടെ കണക്ക് പുസ്തകം നോക്കുകയാണോ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായത്? അല്ല. മാറ്റം ആഗ്രഹിച്ച ഒരു ജനതയ്ക്കും പാർട്ടിക്കും മുന്നിൽ സഭയിലെ പ്രകടനം കൊണ്ടാണ് അദ്ദേഹം ആ കസേരയിലെത്തിയത്. ഇന്ന് ആ വിജയത്തിന്റെ പങ്ക് പറ്റാനെത്തുന്നവർ ചില കാര്യങ്ങൾ മറന്നുപോകുന്നുണ്ട്. വി.ഡി. സതീശൻ വെറുതെ ആകാശത്ത് നോക്കി കണക്ക് പറയുന്ന നേതാവല്ല. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളത് കണ്ടതാണ്. 100 സീറ്റുകൾ കിട്ടുമെന്നും ഡസൻ കണക്കിന് മന്ത്രിമാർ തോൽക്കുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു. പക്ഷെ ഫലം വന്നപ്പോൾ കണ്ടതോ, 1-2 സീറ്റുകളുടെ വ്യത്യാസം മാറ്റി നിർത്തിയാൽ സതീശന്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അദ്ദേഹം വെറുതെ ഒരു AC റൂമിലിരുന്ന് പറയുന്നതല്ല. താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് ആളുകളെ കണ്ട് എവിടെ വോട്ട് കിട്ടും, എവിടെ വോട്ട് ചോരുമെന്ന് കൃത്യമായി പഠിച്ചെടുക്കുന്ന ശൈലിയാണത്. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് UDF ഈ നിലയിലെത്തിച്ചത്. മുസ്ലിം ലീഗ് പോലും ഇത്തവണ പതിവിന് വിരുദ്ധമായി കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞു. ജനവികാരം വി.ഡി. സതീശനൊപ്പമാണെന്ന് അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഉണ്ടാകുന്നത് അപകടമാണെന്ന് ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ അവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്: ഇനി ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങളുടെ കയ്യിലല്ല എന്ന്. അതായത്, അസ്വാഭാവികമായ തീരുമാനങ്ങളിലൂടെ ഈ വിജയത്തിന്റെ ഭംഗി കെടുത്താൻ ശ്രമിച്ചാൽ പരാജയപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന അണികളെയും ജനങ്ങളെയും ആയിരിക്കും കോൺഗ്രസ് നേരിടേണ്ടി വരിക. MLA-മാരുടെ എണ്ണം മാത്രമാണോ മാനദണ്ഡം? ആ എണ്ണത്തിലേക്ക് എങ്ങനെ എത്തി എന്നുകൂടി ഹൈക്കമാൻഡ് പരിശോധിക്കേണ്ടി വരും. മല്ലികാർജുൻ ഖാർഗെ ഒരു അനുഭവസമ്പന്നനായ നേതാവാണ്. കേരളത്തിലെ ഈ കൈവിട്ട കളികൾക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുമെന്ന് കരുതാനാവില്ല. ജനവികാരം മറികടന്ന് ഒരു തീരുമാനമെടുത്താൽ കോൺഗ്രസിന് ബാക്കിയുള്ള ഈ ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ നന്നായി പണിയെടുത്തു, പാർട്ടിയെ വിജയത്തിലെത്തിച്ചു. അത് കഴിഞ്ഞ് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ സീനിയോറിറ്റി വാദവുമായി വരുന്നത് നാണം കെട്ട കളിയാണ്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. 99 ലാപ്പ് കഴിഞ്ഞ് 100ാമത്തെ റൗണ്ടിലേക്ക് ഓടിക്കേറാൻ നോക്കുന്ന ഒരാളെ അവസാനത്തെ ഒരു ലാപ്പ് ഓടിക്കേറി കപ്പടിച്ചോണ്ട് പോകുന്നത് എന്ത് കഷ്ടമാണെന്ന്